ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 14 അധ്യായമായിട്ടുള്ള ഗുണത്രയ വിഭാഗ യോഗം ഇന്നലെ അത് സമാപിച്ചു. ഇന്ന് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടുള്ള 15-ാം അധ്യായത്തിൻ്റെ പേര് പുരുഷോത്തമ യോഗം എന്നാണ്. ഈ അധ്യായം വളരെ സിംബോളിക്കായിട്ട് നമ്മുടെ മുന്നിലേക്ക് ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ള ഈ സംസാരത്തെ, സംസാരം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തെ ഒക്കെ മനോഹരമായിട്ട് കൽപ്പനയിലൂടെ നമുക്ക് കാണിച്ചു തരും. വളരെ രസമായിട്ട്, വളരെ വളരെ രസകരമായിട്ടുള്ളൊരു അധ്യായമാണ് ഈ 15-ാം അധ്യായം. സാധാരണ ആശ്രമങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു അധ്യായം ചൊല്ലാറുണ്ട്. ഈ അധ്യായം ചൊല്ലി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഏത് അധ്യായം വേണമെങ്കിലും ചൊല്ലാം, പക്ഷേ ഇതൊരു ചെറിയ അധ്യായമൊക്കെ ആയതുകൊണ്ടും ഇതിന് വേറെ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈ അധ്യായത്തിൽ എന്താ പറയുക, നമ്മൾ ആ സമയത്ത് പറയാം അതിൻ്റെ പ്രത്യേകതകൾ. ഇന്ന് അധ്യായം തന്നെയേ ചൊല്ലാവൂ എന്നൊന്നുമില്ല. അപ്പം ഇത് സാധാരണ പതിവാണ്. അപ്പം ഈ 14-ാം അധ്യായത്തിൽ ഗുണത്രയ വിഭാഗ യോഗത്തിൽ ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീത ഭഗവാനിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്, നമ്മുടെയൊക്കെ ഓരോ ജീവനും, നമ്മൾ ഓരോരുത്തരും ഈ 3 ഗുണങ്ങൾക്കനുസൃതമായിട്ടാണ് നാം പെരുമാറുന്നത് ലോകത്തോട്. നമ്മുടെ എല്ലാ വാക്കുകളിലും, നമ്മുടെ ചിന്തകളിലും, പ്രവൃത്തികളിലും എല്ലാം ഈ 3 ഗുണങ്ങൾ അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് പ്രകൃതിജങ്ങളാണ്, പ്രകൃതിയിൽ നിന്ന് ജാതമായിട്ടുള്ളതാണ്. അപ്പം ഇതിനെ എന്താണ് ഭഗവാൻ അർജുനനോട് ഇതിൽ പറയുന്നത്? ഒന്ന്, ഇത് പ്രകൃതിജങ്ങളാണെന്ന് അറിയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെയോ, ഈ ഗുണങ്ങൾക്ക് ഇന്നതാണ് ഇതിൻ്റെ പ്രകൃതം, അത് മനസ്സിലാക്കുക. എന്താണ് ഈ പണ്ട്, അതിപ്പോൾ ഈ കഥ പറയുമ്പോൾ പറയുന്നത്, ഈ തത്വമൊക്കെ പറയുമ്പോൾ പറയാറുള്ളതാണ്. ഈ ഗംഗാ സ്നാനം ചെയ്യുന്ന, ഒരു നദിയിൽ സ്നാനം ചെയ്യുന്ന ഒരു മഹാത്മാവ് എങ്ങനെയോ മരത്തിൻ്റെ മുകളിൽ നിന്ന് എന്തോ അതിലേക്ക് ഒഴുകുന്ന നദിയിൽ ഈ തേള് വീണു, വെള്ളത്തിൽ വീണു. അപ്പോൾ ഈ തേളിന് വെള്ളത്തിൽ അധിക നേരം നിൽക്കാൻ പറ്റില്ലല്ലോ, അതിന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനെ, ഈ കുളിക്കാൻ നിൽക്കുന്ന ആൾ അതിനെ കൈകൊണ്ട്, വെള്ളം ഇതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കരയിലേക്ക് ആക്കാൻ നോക്കുമ്പോൾ ഇത് വാലുകൊണ്ട് ഓരോ കുത്തും. അതതിൻ്റെ ധർമ്മം. അപ്പോൾ ഇയാൾ താഴേക്കിടും, വീണ്ടും പൊക്കും, വീണ്ടും കുത്തും. അപ്പം ഇത് കണ്ട് വേറൊരാൾ ചോദിച്ചു, നിങ്ങളതിനെ രക്ഷിക്കാൻ പോയിട്ട് പോലും അത് ചെയ്യുന്നത് കണ്ടില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ രക്ഷിക്കുന്നത്, വിട്ടേക്കും അതിനെ എന്ന്. ഇതൊരു, നമ്മളെന്താണെന്നറിയാം, ഇങ്ങനെയുള്ള ഉദാഹരണമൊക്കെ ഇപ്പോൾ കുട്ടികളോടോ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ, അയാൾ എന്ത് പൊട്ടനാ, അയാൾ കൈകൊണ്ട് എടുക്കാമോ, അയാൾക്ക് അങ്ങനെ വേണമെങ്കിൽ വല്ല ഇലയോ അങ്ങനെ എന്തുണ്ടെങ്കിലും എടുത്തിടണ്ടേ, അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെയ്യുക, ഇയാൾ എന്ത് രക്ഷകനാണെന്ന് ചോദിക്കും. പക്ഷെ അത് പറയാനല്ല ഇവിടെ താല്പര്യം. അപ്പം അദ്ദേഹം പറയുന്നത്, അതൊരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിലും ഇത്തരം കഥകളിലൊന്നും കൂടുതൽ ഉപചോദ്യങ്ങളൊന്നുമില്ല, ഇത്തരം എന്താ പറയുക, കുനിഷ്ഠ ചോദ്യങ്ങളൊന്നുമില്ല. കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ നമുക്കാവാം, ഈ ഫിലോസഫിയിലൊക്കെ ആവാം. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത്, അത് അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു. എന്താണ് അതിൻ്റെ ധർമ്മം? കുത്തുക എന്നുള്ളത് തന്നെ. എൻ്റെ ധർമ്മം എന്താ? ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കുന്നു, രക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ധർമ്മമാണത് എന്ന് മനസ്സിലാക്കലൊരു ഒരു വിവേകം തന്നെയാണ്. പലപ്പോഴും നമുക്ക് അത് മനസ്സിലാവാറില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. നീ ഈ ഗുണങ്ങളെ മനസ്സിലാക്കുക. സത്വഗുണം ഇന്നതാണ്. അത് സുഖത്തെ കാക്ഷിക്കുന്നു, അതുപോലെ തന്നെ ജ്ഞാനത്തിൽ
ബന്ധിതമാണ്. എന്നാൽ രജോ ഗുണമാകട്ടെ കർമ്മങ്ങളും എത്ര ഭോഗങ്ങൾ അനുഭവിച്ചാലും മതിവരായിക, തൃഷ്ണ ഇത്യാദികളൊക്കെയാണ് അതിൻ്റെ സ്വഭാവം. തമോ ഗുണമാകട്ടെ അത് അജ്ഞാനജമാണ്, മോഹമാണ് അതിൻ്റെ ലക്ഷണം. അപ്പോൾ ഈ മൂന്നും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ എല്ലാ ഇന്ദ്രിയ ദ്വാരങ്ങളിലൂടെയും ഇത് പ്രകടമാകുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ അവസാനം പറഞ്ഞു, ഈ ശരീരയാത്രയ്ക്ക്, മരണത്തിന്, ആ മരിക്കുന്ന വേളയിൽ ഏത് ഗുണങ്ങളാൽ ഓരോരുത്തരും പ്രഭാവിതമാണ്, സമ്പൂർണമായിട്ട്, ഭാഗികമായിട്ടല്ല, ഇതുകൊണ്ട് സമ്പൂർണമായിട്ട്. അപ്പോൾ അതിനനുസൃതമായ ജന്മത്തെ തുടർന്ന് വന്നു ചേരും എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞത് ഈ 3 ഗുണങ്ങളെയും മനസ്സിലാക്കി ഉദാസീനവദാസീന, നീ അതിനോടൊന്നും ഒരു തരത്തിലുള്ള ബന്ധവും വയ്ക്കാതെ ഉദാസീനനായി നിലകൊള്ളുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ അധ്യായത്തിൻ്റെ ഉപസംഹാരത്തിൽ പറഞ്ഞു നിർത്തിയത്. അതിന് അർജുനൻ ഭഗവാനോട് ചോദ്യം ചോദിച്ചു, ഇതിൻ്റെ ഈ 3 ഗുണങ്ങളെയും അതിവർത്തിച്ചവൻ്റെ ലക്ഷണം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടാവുമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അതിവർത്തിക്കേണ്ടത് എന്ന കാര്യം ചോദിച്ചു. അതിന് ഭഗവാൻ പറഞ്ഞത് ഇതാണ്, അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം പ്രഖ്യാപിക്കേണ്ടതില്ല. എന്താ അതിന് വേണ്ടത്? സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കുക. അപ്പം നമ്മൾ നിരീക്ഷിക്കും. അത് ഏറ്റവും രസകരമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, നമ്മൾ ഈ കുംഭസാരം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ക്രിസ്തു മതത്തിൽ അത് വളരെ വിശേഷപ്പെട്ടതാണ്. ചെയ്ത തെറ്റുകളൊക്കെ ഒരു പുരോഹിതൻ്റെ ആ കൂട്ടിൻ്റെ അവിടെ പോയിരുന്ന് പറയുക, അങ്ങനെയൊക്കെയാണ് നോക്കുക. മൂപ്പര് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. കുംഭസാരം രഹസ്യമാണെന്നൊക്കെയാണ്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ നിങ്ങൾ സ്വയം കുംഭസാരിക്കുകയാണ്. കുംഭസാരക്കൂട്ടൽ ആരാ അപ്പുറത്തുള്ളത്? നിങ്ങൾ തന്നെയാണ്. 2 നമ്മളുണ്ട്. ഒരു ഞാനുണ്ട്. ആ ഞാൻ ആരാണ്? ശരിയായ ഞാൻ നിരീക്ഷകനാണ്. മൂപ്പര് ജാഗ്രത്തിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങോർക്കൊരു പേരുമുണ്ട്, വിശ്വൻ എന്ന്. വേറൊരാളുണ്ട്, തൈജസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം നിരീക്ഷിച്ചവൻ. സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയണമെങ്കിൽ ഒരാളത് മാറി നിന്ന് നോക്കിയിട്ടുണ്ട്, അവൻ്റെ പേരാണ് തൈജസൻ. ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞ പ്രാജ്ഞൻ. ഇങ്ങനെ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, 3 എൻറ്റിറ്റി നമുക്കുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇങ്ങനെ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും നടക്കുന്ന ആക്ടിവിറ്റികളെയെല്ലാം തന്നെ നിരീക്ഷിക്കുന്ന നല്ലൊരു ഒബ്സർവർ ഉണ്ട്. മൂപ്പരോട് നമ്മൾ ഈ കായേന വാച മനസേന്ദ്രിയർവ നമ്മൾ തന്നെ ഒന്ന് റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു കുംഭസാരമാണ്. അപ്പം നമ്മൾ ഒന്നുകൂടെ കാണുകയാണ്. അപ്പോൾ കറക്റ്റ് ചെയ്യണം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു റിവിഷൻ തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഓരോ ദിവസങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? റീവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്യുന്നു വീണ്ടും. ചിലയിടത്തൊക്കെ ഒന്ന് പോസ് ചെയ്യും, എന്നിട്ട് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്തിട്ട് വീണ്ടും. ഇത് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ചെയ്തു നോക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കുറേ മെച്ചം വരും. ഇതൊക്കെയാണ് ഇതിലെ അഭ്യാസം. ഭഗവാൻ പറഞ്ഞില്ലേ, അഭ്യാസേനതു കൗന്ദേയ. കൃഷ്ണനോട് അർജുനൻ പറഞ്ഞത്, ഭഗവാനെ അങ്ങ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതേ ഈ വായുവിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നതാണ്. അതുപോലെയാണ്. വായോരിവ സുദുഷ്കരം എന്നാണ് പറഞ്ഞത്. ഈ സ്വതന്ത്രമായി കിടക്കുന്ന വായുവിനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റുമോ. അതിനെ ഒരു നിയന്ത്രണത്തിന് വിധേയമാക്കിയാൽ അത് ഭയങ്കര ശക്തിയാണ്.
അല്ലേ? ഹൈഡ്രോളിക് ഈ പവർ ഉപയോഗിക്കുന്നത് എയറിലാണ്. ഹൈഡ്രോളിക് ജാക്കിയൊക്കെ കണ്ടിട്ടില്ല, വാഹനത്തെയൊക്കെ പൊക്കുന്നത് എയറിലാണ്. ആ എയർ നെട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞത് താഴും. വലിയ ടൺ കണക്കിന് ഭാരം കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെയൊക്കെ ടയറിനകത്ത് എന്തായിരിക്കുന്നത്? ട്യൂബിനകത്ത് വായുവാണ്, നിയന്ത്രണത്തിന് വിധേയമാണ്. നിയന്ത്രണമില്ലാതെ അത് പോയി കഴിഞ്ഞാലോ എന്നായി കഴിഞ്ഞാൽ പിന്നെ അത് ടയർ അനങ്ങില്ലല്ലോ. അപ്പം ഏതായാലും അർജുനൻ ചോദിച്ചു വായോരിവ സുദുഷ്കരമെന്ന്. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, അസംശയം മഹാബാഹോ, നീ പറഞ്ഞത് ഒരു സംശയമില്ലാത്ത കാര്യം ശരിയാണ്. പക്ഷേ അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത. അഭ്യാസേന, ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട് ഈ വിഷയങ്ങളോടുള്ള രാഗമില്ലായ്മയും ആവർത്തിച്ചുള്ള പരിശീലനവും നിന്നെ അതിന് പ്രാപ്തനാക്കും എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ്. ഉദാസീനനായി നിലകൊള്ളലൊക്കെ ആവർത്തിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ ഇപ്പോഴത്തെ പുതിയ ലാംഗ്വേജാണ്, കയ്യിൽ നിന്ന് പോയി ആശാനെ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി, നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതാണ് നല്ല പ്രയോഗമാണ്, കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അതിലൊരു വേദാന്തമുണ്ട്. പിടിവെട്ടു, എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി. ഈ കയ്യിൽ നിന്ന് പോയി എന്ന് അറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ കൺട്രോൾഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാലോ അതൊരു തട്ടിപ്പാണ്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു തിരിച്ചുവരവുണ്ടാവില്ല, അതിൻ്റെ ഭാഗമായി തീരുകയാണ്. അപ്പം ഇത്രയാണ് ഭഗവാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത്. അപ്പം അതിനു മുമ്പ് തന്നെ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, പ്രകൃതി, പുരുഷൻ, ശരീരം, ആത്മാവ്, ഇത് ഏതിൽ നിന്ന് ഭിന്നമാണ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ അധ്യായത്തിൽ വരുമ്പോൾ പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന ഇതാണ് ചിന്മയാൻ സ്വാമികളുടെ പ്രിയപ്പെട്ടൊരു അധ്യായമാണ്. സ്വാമിജി ഇവിടെ ഒരു അതിമനോഹരമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഈ ഉത്തമ പുരുഷനെ കുറിച്ച്, പുരുഷോത്തമൻ എന്ന് പറയുന്നത്. സ്വാമിജി പറയുന്നത് ഇതിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ കോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഡാർവിൻ്റെ സിദ്ധാന്തം എന്താണെന്ന് പറയുന്നതല്ല, സാമാന്യേന പറയുന്നത്. ഈ പരിണാമത്തിൽ ഈ വാനരൻ്റെ ഈ വാല് അങ്ങോട്ട് പോയിട്ടാണല്ലോ പിന്നെ നരനാവുന്നതെന്നാണ്. വാനരനും നരനും തമ്മിലുള്ള വ്യത്യാസം വാലില്ലാത്ത വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ വാ പോയി, അങ്ങനെയാണ് നരനായത്. അങ്ങനെ അതിൻ്റെ കുറേ പരിണാമ ദശകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കുരങ്ങൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള ഗറില്ലകൾ, അവരുടെ എന്താ പറയുക, ഇന്നിപ്പോൾ നമുക്കതെല്ലാം അതിൻ്റെ ഈ പല ഡോക്യുമെൻ്ററികളും അവൈലബിളാണ്. അതിലെ അപകടകാരികളായിട്ടുള്ളത്, അതല്ലാതെ വളരെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ളത്, അങ്ങനെ പലതുണ്ട്. എന്തായാലും സ്വാമിജി പറയുന്നത് വാനരൻ നരനാകുന്നതിലൂടെ ആ പരിണാമത്തിന് ഒരു പൂർത്തീകരണമാണ്. പിന്നെ ഉള്ള മനുഷ്യൻ്റെ പരിണാമങ്ങളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളൊന്നും മനുഷ്യൻ ഇനി എന്തായിത്തീരും, ഇങ്ങനെ പല ഏകകോശ ജീവി എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇതിൽ നിൽക്കുന്നു എന്നുള്ള മട്ടിലാണല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അത് പഠിച്ചത്. ഇന്ന് അതിലൊക്കെ കുറേ വിയോജിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പരിപൂർണമായിട്ട് അംഗീകരിക്കാത്ത വലിയൊരു വിഭാഗമുണ്ട്, കുറച്ച് പേര് അംഗീകരിക്കുന്നവരുണ്ട്. മതപരമായിട്ട് അതിനോട് യോജിപ്പുകളും പുലർത്തുന്നവരുണ്ട്. അങ്ങനെ പലതുണ്ട്. അതല്ല നമ്മുടെ വിഷയം. സ്വാമിജി പറയും ഇത്രയേ ഉള്ളൂ, ഈ വാനരൻ നരനാവുന്നതിലൂടെ ഡാർവിൻ്റെ സിദ്ധാന്തം അവിടെ അവസാനിക്കുന്നു എന്ന് പറയും. സ്വാമിജി പറയുന്നത് വ്യാസരൊരു പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് നരനിൽ നിന്നാണ്.
നരൻ നാരായണനാവുന്നതിലൂടെ, മാനവൻ മാധവനാവുന്നതിലൂടെ, പുരുഷൻ പുരുഷോത്തമനാവുന്നതിലൂടെ, നാരി നാരായണിയാവുന്നതിലൂടെ. ലിംഗവാചിയായിട്ടല്ല ഇതൊന്നും പറഞ്ഞത്. അപ്പോൾ പുരുഷൻ ഒരു പുരുഷോത്തമൻ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്, നരന് നാരായണൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പൂർത്തീകരണമാണ്, നമ്മുടെ സാധ്യതകളെ മുഴുവനായിട്ട് ആവിഷ്കരിക്കുന്ന ഒരേർപ്പാട്. അങ്ങനെ നമ്മളെ പൂർണ്ണമായി ആവിഷ്കരിച്ചുവോ? ഇതാണ് ചോദ്യം. ആ ആവിഷ്കാരത്തെയാണ് നമ്മൾ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ്, ഈ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അത് നമ്മളെ എത്ര കണ്ട് ആവിഷ്കരിച്ചു. നമ്മളെവിടെയൊക്കെ അസ്വതന്ത്രരാണ്. ആരും നമ്മളെ ബാഹ്യമായിട്ട് ജയിലിലോ അവിടെ ഇവിടെയൊന്നും കൊണ്ടിട്ടിട്ടില്ല എങ്കിലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമാവലികളെ കുറിച്ചുള്ള കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ നമ്മൾ എന്തിലൊക്കെ അസ്വതന്ത്രരാണ്, പലതിലും. എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല, 5 മിനിറ്റ് വൈകി എന്നൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്രമാത്രം അസ്വതന്ത്രരാണ്, നമ്മൾ എത്രമാത്രം അസ്വസ്ഥരാക്കുന്നു ഓരോന്നും. പറഞ്ഞ സമയത്തിന് വന്നില്ല, പറഞ്ഞ സമയത്തിന് കിട്ടിയില്ല ഒരു ഓർഡർ എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ വിഷമാവും. നമ്മുടെ പുസ്തകങ്ങൾ അയച്ചത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിക്കുന്നുണ്ട്. നമ്മൾ അയച്ചിട്ടുണ്ട് ഇവിടുന്ന്, കൊറിയർ അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കണം, അതും വേണേ. ദിവസവും ഇവിടുന്ന് വന്ന് കൊറിയർ എടുത്ത് പോകുന്നുണ്ട്, കാശ് മേടിക്കുന്നുണ്ട്. കിട്ടി എന്ന് പറഞ്ഞ് പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളതിന് റിപ്ലൈ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ കിട്ടിയോ കിട്ടിയില്ലേ എന്ന്. എന്തായാലും എവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ അസ്വതന്ത്രരാണ്, ബന്ധിതരാണ്. അതൊക്കെ ബന്ധനത്തിൻ്റെ ഇടങ്ങളാണ്. പക്ഷേ എന്താ ഇപ്പോൾ സ്വാമി എല്ലാറ്റിനും ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ എന്ത് മട്ട് സ്വാമട്ടിൽ ഇരിക്കണം എന്നാണോ പറയണത് നിങ്ങളുടെ ഭഗവത്ഗീതയും വേദാന്തവും? അതല്ല, വെറുതെ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് കാര്യമാണ്? അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കുക, അടുത്ത ഓപ്ഷനിലേക്ക് നീങ്ങുക, അത്രയേ ഉള്ളൂ. വെറുതെ നമ്മൾ ഞരമ്പ് വലിച്ചു മുറുക്കിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു, ദേഷ്യപ്പെട്ടു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എന്താ കാര്യം? ഗുണമുണ്ടോ? അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ ദേഷ്യം നന്നായി പിടിച്ചാൽ കുറച്ചും കൂടെ ഗുണം കിട്ടും. അതാണോ ബലം? അല്ല എന്ന് പറയും. അപ്പം പുരുഷൻ പുരുഷോത്തമനാകുന്ന, നരൻ നാരായണനാകുന്ന, മാനവൻ മാധവനാകുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ സാധ്യതയെ ആവിഷ്കരിക്കുന്ന അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് 15-ാം അധ്യായമായിട്ടുള്ള പുരുഷോത്തമ യോഗം എന്ന ഈ അധ്യായം. ഇന്നലെ പറഞ്ഞതുപോലെ 20 ശ്ലോകങ്ങളേ ഉള്ളൂ. ഭഗവാൻ ആരംഭിക്കുന്നു. അർജുൻ ഈ അധ്യായത്തിൽ ചോദ്യമൊന്നുമില്ല മൂപ്പർക്ക്. ഭഗവാൻ അങ്ങനെ കൃത്യമായിട്ട് പറയുക. നോക്കാം ആദ്യം തന്നെ എന്താണ് ഭഗവാൻ പറയുന്നത്. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഭംഗിയായിട്ടുള്ള ഒരു വിഷ്വൽ പ്രസൻറ്റേഷനാണ്. നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോജക്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോയിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് അക്കാലത്തെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഭഗവാൻ അർജുനനെ
ഭഗവാന്റെ ലാപ്ടോപ്പ് ഓണാക്കി, എന്നിട്ട് സ്ക്രീനിൽ പവർ പോയിന്റ് വഴി കാണിച്ചു കൊടുക്കുക. എന്താ ഭഗവാൻ ഇവിടെ പവർ പോയിന്റിൽ കാണിച്ചിരിക്കുന്നത്? ഊർധ്വമൂലം അധശാഖം. മൂലം ഊർധ്വ, മൂലം അതിൻ്റെ വേര് മുകളിലേക്കാണ്, അധശാഖം താഴേക്കാണ് അതിൻ്റെ ശാഖകൾ. ശീർഷാസനത്തിൽ നിൽക്കുന്ന ഒരു വലിയ ആൽവൃക്ഷത്തെയാണ് ഭഗവാന്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ അർജുനൻ്റെ മുന്നിൽ വെച്ചത്. നിങ്ങൾക്ക് ക്ലിയറായി തോന്നുന്നുണ്ട്. ഭഗവാന്റെ കയ്യിൽ വലിയൊരു വടിയുണ്ട്, ഇത് കാണിക്കാൻ, ഈ വേരും കൊമ്പും ഒക്കെ തൊട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലേസർ ലൈറ്റ് ഉണ്ട്. ഇന്നത്തെ ടെക്നോളജിയേക്കാൾ വലിയ ടെക്നോളജിയാണ് മൂപ്പരുടെ കയ്യിലുള്ളത്. പണ്ടേ മൂപ്പർ ഉപയോഗിച്ചിട്ടുള്ളത്, ഭഗവാൻ കൃഷ്ണൻ വ്യാസരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ടെക്നോളജിയാണ്. ഇന്ന് നമ്മൾ ഈ ആളുകൾ അന്തവും കുന്തവും ഇല്ലാതെ പറയാറുണ്ട്, അതുപോലെയല്ല നമ്മൾ പറയുന്നത്. സങ്കല്പത്തിൽ അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ നമ്മളാളല്ല. പക്ഷേ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന സമയത്ത് നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിൽ അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പലതും. നിങ്ങൾ മഹാഭാരതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഓരോ വിവരണങ്ങൾ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. എന്തായാലും വലിയൊരു തലകീഴായ ആൽവൃക്ഷത്തെ അങ്ങോട്ട് പവർ പോയിന്റിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഊർധ്വമൂലം. എടാ അർജുന, നോക്ക്, ഇതിൻ്റെ വേര് പോയിരിക്കുന്നത് മുകളിലേക്കാണ്, ഊർധ്വമൂലം. അധശാഖം, ഇതിൻ്റെ കൊമ്പുകളൊക്കെയോ ഇതിൻ്റെ താഴേക്കാണ് പോയിരിക്കുന്നത്. അധശാഖം, ഊർധ്വമൂലം അധശാഖം. അശ്വത്ഥം പ്രാഹുഹു അവ്യയം. ഇതെന്താണ്? അവ്യയം, നാശമില്ലാത്തതാണ്. ഈ വൃക്ഷം നാശമില്ലാത്തതാണ്. അപ്പം തന്നെ കൺഫ്യൂഷനാവും, ഏത് വൃക്ഷത്തിനും നാശമുണ്ട്. അപ്പം ഭഗവാൻ ഒരു തലകീഴായ വൃക്ഷം വെച്ചിട്ട് പറയാണ്, ഇത് അശ്വത്ഥമാണ്. അപ്പം ഈ അശ്വത്ഥ വൃക്ഷത്തിന് എന്തില്ല? നാശമില്ല, അവ്യയമാണ്, നാശമില്ലാത്തതാണ്. എന്നാൽ ഇതെന്താണ്? അശ്വത്ഥമിതി, ഒരു വലിയ അരയാൽ വൃക്ഷമാണ് എന്ന് ഇത് പ്രാഹു പറയപ്പെടുന്നു. ഭഗവത്ഗീത ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും നമ്മൾ ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഒരു ശ്ലോകമുണ്ടല്ലോ, ഇതാണ്: ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്ര. ഭഗവത്ഗീതയാണ്. എന്താണിത്? ഉപനിഷത്താണ്. ബ്രഹ്മവിദ്യയാണ്, യോഗശാസ്ത്രമാണ്. അപ്പം ഈ കഠോപനിഷത്ത് എല്ലാ ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതിൽ കഠോപനിഷത്തിനോട് ഏറെ സാമ്യപ്പെട്ടിരിക്കുന്നു. കഠോപനിഷത്തിന് ഇതിന് സമാനമായിട്ടുള്ളൊരു മന്ത്രമുണ്ട്. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പറയുന്നിടത്ത് ഉപനിഷത്ത് പറയും, ഊർധ്വമൂലമവാക്ഷാഖം ഏഷോശ്വത്ഥ സനാതന. അർത്ഥം എന്നാ? ഊർധ്വമൂലമവാക്ഷാഖം ഏഷോശ്വത്ഥ സനാതന. നമുക്കത് വിസ്തരിച്ച് മനസ്സിലാക്കാം, കഠോപനിഷത്തിലെ ആ ഭാഗം. അത് നമുക്ക് ഇതിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഇത് പറയുമ്പോൾ എന്തിനാണ് കഠോപനിഷത്തിലെ ഈ മന്ത്രത്തെ ഉദ്ധരിച്ചത് എന്നാണെങ്കിൽ, ഇതൊന്നും വേറിട്ട് നിൽക്കുന്നതല്ല. നമ്മളെ ഈ ഫിലോസഫി പഠിപ്പിക്കാനുള്ളതാണ്.
അല്ലാതെ ഗീത വേറെ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, ഉപനിഷത്ത് വേറെ എന്തോ പറഞ്ഞു, നാരായണീയം വേറെ പറഞ്ഞു, ഭാഗവതം വേറെ പറഞ്ഞു, രാമായണം വേറെ എന്തോ പറഞ്ഞു. പലരുടെയും ധാരണ ഇത് പല പല കാലത്ത് നടന്ന പല പല എന്താ പറയുക കത്തിക്കുത്തും വെട്ടലും കിഡ്നാപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള കഥകളാണ്, പല കാലങ്ങളിൽ സംഭവിച്ച ചരിത്രങ്ങളാണ് എന്നാണ് പല ആളുകളും പാവങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പാവങ്ങളെ അങ്ങനെ പറഞ്ഞു പറ്റിച്ച് ഒരു കൂട്ടർ ഇവിടെ ഉപജീവനം നടത്തുന്നുണ്ട്. അതിൽ കാവിട്ടവരുണ്ട്. ഇവിടെ തന്നെ നോക്കൂ, ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് ഗീത പറയുന്നതും ഊർധ്വമൂലം അവാക്ഷാഖം ഏഷോശ്വത്ഥ സനാതന എന്ന് കഠോപനിഷത്ത് പറയും. ഏതായാലും ഉപനിഷത്ത് അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നമുക്ക് ഇതിൽ നിന്ന് പിന്നെ ഉപനിഷത്തിലേക്ക് വരാം. ഉപനിഷത്ത് ആ ഭാഗം നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും പവർ പോയിന്റ് പ്രസൻറ്റേഷനിലേക്ക് ഭഗവാൻ ക്ഷണിക്കുന്നു. അർജുന, ഇതാ ഞാൻ ഈ ലേസർ പോയിന്റ് കാണുന്നില്ലേ നീ? എന്നിട്ട് വേറെ എങ്ങോട്ടാണ് പോയിരിക്കണത്? മുകളിലേക്ക്. ഭഗവാന്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലെ ആ ബോർഡ് തന്നെ അതി വലുതാണ്. അടിച്ചു കൊടുത്തു, ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുത്തു മുകളിലേക്ക്. ലക്കില്ലാതെയാണ് പോയത് മുകളിലേക്ക്. ഊർധ്വം. എന്നാൽ താഴേക്കിതാ ശാഖകൾ. അത് കാണാനുണ്ട്. ഈ അശ്വത്ഥം, ഇതിനെ അശ്വത്ഥം എന്ന് പറയും. ഈ അശ്വത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? നശ്വ തിഷ്ഠതി ഇതി അശ്വത്ഥം. എന്താണ്? നശ്വ, ശ്വ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ്. നശ്വ തിഷ്ഠതി, നാളേക്ക് നിൽക്കാത്തത്. അതാണ് എന്ത്? അശ്വത്ഥം. നാളെ ഇതുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം ഇതിനൊരു സ്ഥായിയായിട്ടുള്ള ഭാവമൊന്നുമില്ല. ഈ അശ്വത്ഥത്തെ വിസ്തരിച്ച് പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ നിൽക്കണം. എന്നിട്ട് പറയും രാഹു പറയപ്പെടും. യസ്യ, യാതൊന്നിൻ്റെ, യസ്യ എന്ന് പറഞ്ഞാൽ അശ്വത്ഥസ്യ, ഈ അശ്വത്ഥത്തിൻ്റെ അരയാലിൻ്റെ യസ്യ ഛന്ദാംസി, ഛന്ദസ്സുകൾ എന്ന് പറഞ്ഞാൽ വേദം, പർണാൻ. ഈ അരയാലിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് എന്താണ്? ഛന്ദസ്സുകളാണ്. മനോഹരമായിട്ടുള്ള വർണ്ണനയാണ്. ഇതുപോലെ ഭഗവാൻ ജനിക്കുന്ന സമയത്ത് അതും നമുക്ക് കാണേണ്ടതാണ്. ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൃക്ഷത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വൃക്ഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് തത്വം പറയുക എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ എല്ലാ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും ആ വൃക്ഷത്തിൽ ഒതുക്കിക്കൊണ്ട് പറയുക. അതും നമുക്ക് മനസ്സിലാക്കണം ഈ സമയത്ത്. എന്നിട്ട് ഇതാണ് ഈ കണക്ട് ചെയ്ത് നമ്മളിതിനെ ഉറപ്പിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഉറച്ചു കഴിഞ്ഞാലാണ് ഇതൊന്നും പലതല്ല എന്ന് തോന്നുക. ഇപ്പോഴും കുറേ ആളുകൾക്കുണ്ട്, ഞങ്ങൾ ഈ പാവങ്ങൾ നാരായണീയം വായിച്ച് ഇങ്ങനെ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് അത് മതി എന്ന് പറയാം. നാരായണീ എന്താ? ഈ നാരായണീയം എന്ന് പറയുന്നത് മേൽപ്പത്തൂര് രചിച്ചതാണ്. ആ മേൽപ്പത്തൂരിന് നാരായണീയം രചിക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എന്താണ്? മേൽപ്പത്തൂര് സ്വന്തം നിലയ്ക്ക് ഒരു കഥ ഉണ്ടാക്കിയതാണോ? അല്ല. ശ്രീമദ് ഭാഗവതമാണ്. ഭാഗവതം ആരുടേതാണ്? വ്യാസരുടേതാണ്. 18,000 ശ്ലോകങ്ങളെ കൊണ്ട് കൃഷ്ണൻ്റെ കഥ ചമച്ചതാണ്. ഒരു പുരാണമാണ്. അതിനെയാണ് 1000 ചില്ലാനും ശ്ലോകങ്ങളെ കൊണ്ട് നാരായണീയം എന്ന് പറഞ്ഞു ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞുകൂടാ,
സംക്ഷിപ്തമായിട്ട് അതിനെ അങ്ങോട്ട് അവതരിപ്പിച്ചത് കൃഷ്ണകഥകൾ. എന്നാൽ ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? വ്യാസരാണ് ഭാഗവതം രചിച്ചത്. നാരായണീയ വ്യാസരല്ല, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. 500 ചില്ലാനും വർഷം, 500 വർഷമായി തോന്നുന്നുണ്ട്. ഇപ്പോൾ 400 ചില്ലാനും വർഷങ്ങളുടെ 450 400 അങ്ങനെ എത്ര 55 അങ്ങനെ എന്തോ അടുത്ത കാലത്ത് ഗുരുവായൂരിൽ കൊണ്ടാടിയിരുന്നു. ഗുരുവായൂരിലേക്ക് കയറുമ്പോൾ ഇടതു സൈഡിൽ ഒരു വിളക്ക് വെച്ചത് കാണാം. അവിടെ ഇരുന്നിട്ടാണ് മേൽപ്പത്തൂർ നാരായണീയം രചിച്ചത് എന്നാണ് വിശ്വാസം. ഇതിലാവട്ടെ, കയറുമ്പോൾ തന്നെ ഇടതുഭാഗത്ത്. എത്രയോ കാലം ഗുരുവായൂർ പോയവർ അറിയില്ല ആ കാര്യം. അങ്ങനെ ഉണ്ടോ? അവിടെ ഒരു വിളക്കുണ്ടോ? ഉണ്ടായിരുന്നു, ഉണ്ടോയെന്ന് അറിയില്ല. അവിടുന്ന് നോക്കിയാൽ പണ്ട് ചന്ദനായിരിക്കും, ഇപ്പം ചന്ദനായിരിക്കുന്നൊന്നും അവിടുന്ന് കാണാൻ പറ്റില്ല. ചന്ദനായിരിക്കുന്നു, ഇപ്പുറത്തുനിന്ന് ഇടിക്കുന്നു, അങ്ങനെ പല പരിപാടികളൊക്കെ പണ്ടൊക്കെ അത് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പോഴങ്ങനെയല്ലല്ലോ, ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. റൈറ്റ് സൈഡിലൊരു നമസ്കാര മണ്ഡപം തന്നെയാണ്, അവിടെ കയറി നമസ്കരിച്ചിട്ടൊക്കെ ഉണ്ട് പണ്ട് നമ്മൾ. ഇപ്പോഴൊന്നും അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. ഇരിക്കട്ടെ. ഇനി ഭാഗവതം എന്താ? 1.25 ലക്ഷങ്ങളുള്ള 18 പർവ്വങ്ങളും 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള ബൃഹത്തായ മഹാഭാരതത്തിൻ്റെ സംഗ്രഹമാണ്. അപ്പം മഹാഭാരതത്തിൻ്റെ സംഗ്രഹമാണ് ശ്രീമദ് ഭാഗവതം എന്നറിയാത്ത വലിയ ഒരു ജനവിഭാഗമുണ്ട്. ആ ഭാഗവതത്തിൻ്റെ സംഗ്രഹമായിട്ടുള്ളതാണ് നാരായണീയം എന്നറിയാത്തവരുണ്ട്. ഇതെല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയാണ് പറയുന്നത് എന്നറിയാത്ത ബഹുഭൂരിഭാഗവും ഉണ്ട്. രാമായണം വേറെ, മഹാഭാരതം വേറെ, വാത്മീകി രാമായണം വേറെ, വ്യാസരാമായണം വേറെ, തുളസീദാസ് രാമായണം വേറെ, കമ്പരാമായണം വേറെ. ഓരോ മഹാത്മാക്കൾ, ജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാർ വിവിധ കാലഘട്ടങ്ങളിൽ രാമൻ്റെ കഥ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു. അവരൊക്കെ പറയുന്നത് എന്താണ്? ഈ തത്വത്തെയാണ് അവരെടുത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ ഊർധ്വമൂലം അവാക്ഷാകായേഷു അശ്വത്ഥ സനാതന എന്ന് കഠോപനിഷത്ത് പറയുന്നു. അപ്പം എന്തുകൊണ്ട് ഭഗവത്ഗീത ഉപനിഷത്സു എന്നുള്ളതിന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അതാണ് അറിയേണ്ടത്. അപ്പോൾ യസ്യ പർണാനി, അപ്പോൾ വേറൊരു വൃക്ഷത്തിൻ്റെ കഥയുണ്ട്, അതും നമുക്ക് പഠിക്കാം. നാളെ നോക്കാം നമുക്കത്. കഠോപനിഷത്ത് നാളെ തന്നെ നോക്കാം. അപ്പോൾ യസ്യ ഛന്ദാംസി പർണാനി, യസ്യ പർണാനി, യാതൊരു വൃക്ഷത്തിൻ്റെ ഇലകൾ അതെന്താകുന്നു? ഛന്ദസ്സുകളാകുന്നു, വേദങ്ങളാകുന്നു. യഹ, യാതൊരുവനാണോ തം വേദ, അതിനെ, ഏതിനെ? തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശ്വത്ഥ വൃക്ഷത്തെ, ഈ സംസാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അശ്വത്ഥ വൃക്ഷത്തെ. വൃക്ഷത്തെ അങ്ങോട്ട് അവതരിപ്പിക്കാൻ പോവുകയാണേ, തുടങ്ങിയിട്ടില്ല, ചെറിയൊരു സൂചനയാണ്. ഇതിനെ ആരറിയുന്നു അർജുന? തം വേദ, ആരാണ് അറിയുന്നത്? സഹ, അവൻ വേദവിത്, അവൻ അറിയേണ്ടത് വേദത്തെ അറിഞ്ഞവനാണ്. അപ്പോൾ ഒരു തലകീഴായ വൃക്ഷം, വേരുകൾ, തായ്വേര് അതിൻ്റെ മുകളിലേക്കാണ്. ഊർധ്വമൂലം, എന്താണ് മൂലം എന്ന് പറഞ്ഞാൽ? വേര് എന്ന് പറയുമ്പോൾ അത് കേവലം വേര് മാത്രമാണോ? അല്ല. ഈ വേര് എന്ന് പറയുന്നതിന് പറയുന്ന ഈ എന്താ പറയുക, അതിൻ്റെ പേര്, അത് ഈ ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിൽ, അതിൻ്റെ റൂട്ട് മുകളിലാണ് എന്ന് പറഞ്ഞാൽ ആ മുകളിലിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? വേദത്തെയാണ്, ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്ത്? മുകളിൽ, ഊർധ്വം എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെ ഉപയോഗിക്കുമല്ലോ. കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്നു നിൽക്കട്ടെ.
അപ്പോൾ ഊർധ്വത്തിന് അങ്ങനെ വിഗ്രഹം പറയുന്നുണ്ട്. ആണ് സർവാസ്പദത്വേന സർവവ്യാപകത്വേന സർവകാരണത്വേന ച പരം ബ്രഹ്മ ഊർധ്വം ഇതി ഉച്യത്തെ. എന്തുകൊണ്ട് പരബ്രഹ്മത്തിന് ഊർധ്വം എന്ന് പറയുന്നു? അതിൻ്റെ സർവവ്യാപനം കൊണ്ടും അതിൻ്റെ സർവകാരണം കൊണ്ടും അതിൻ്റെ സർവാസ്പദത്വം കൊണ്ടും എന്നീ കാരണങ്ങളാൽ അതെന്താണ്? ഊർധ്വമാണ്. അങ്ങനെ ഈ വൃക്ഷത്തെ, ഇനി ഈ വൃക്ഷം എങ്ങനെയാണ്, ഈ വൃക്ഷത്തിൻ്റെ എല്ലാം പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടതൂർന്ന് നിൽക്കുന്ന എന്താ പറയുക, വേരുകളുണ്ട്, പിണഞ്ഞു കിടക്കുന്ന വേരുകൾ. അതിനെക്കുറിച്ചൊക്കെ അതെന്താണ്? ഈ വൃക്ഷത്തിൻ്റെ തളിരുകൾ എന്താണ്? ഈ വൃക്ഷത്തിനെ വെട്ടാൻ പറയുന്നുണ്ട്, മുറിക്കാൻ പറയുന്നു, അതൊക്കെ ഉണ്ട്, വരുന്നുണ്ട്. ഇതറിയുന്ന, ഈ വൃക്ഷത്തെ അറിയുന്നവൻ വേദത്തെ അറിഞ്ഞവനാണ്. ഈ മഹാവൃക്ഷം, ഈ അരയാൽ വൃക്ഷം, ഈ മുകളിൽ നിന്ന് താഴേക്ക് വേര് വരുന്ന പേരാലുണ്ടല്ലോ, നമ്മൾ അരയാൽ പേരാൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ വൃക്ഷത്തിന്, നമ്മുടെ അരയാൽ വൃക്ഷത്തിന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ ഇതിന് പ്രാധാന്യം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ടാണ് അരയാൽ വൃക്ഷത്തെ സ്തുതിക്കുന്ന സമയത്ത്, അതിനെ നമിക്കുന്ന സമയത്ത് അതിൻ്റെ മന്ത്രമായിട്ട് പറയുക എന്താണ്? മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ. അതിൻ്റെ വേര് ബ്രഹ്മാവാണ്. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണേ, വിഷ്ണുവാണ് അതിൻ്റെ മധ്യഭാഗം. അഗ്രത ശിവരൂപായ, അതിൻ്റെ മുകൾ ഭാഗം ശിവനാണ്. അങ്ങനെയുള്ള വൃക്ഷരാജാവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. വൃക്ഷരാജായ തേ നമഃ. അപ്പോൾ ഈ വൃക്ഷം ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു പവിത്രത നമ്മൾ കൽപ്പിച്ചു പോരും. എല്ലാ വൃക്ഷങ്ങളും മഹത്തരങ്ങളാണ്. എന്തായാലും ബാക്കി ഭാഗം നമുക്ക് നാളെ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.